ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മുടെ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി വിഷു. പിന്നെന്താ, അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണുന്നത്. നമ്മൾ കണിയൊക്കെ വെച്ചു. കണിയൊക്കെ ദേ ഇപ്പോൾ തിരിയൊക്കെ കിടത്തി കളഞ്ഞിട്ട് നമ്മൾ രാത്രിയൊക്കെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചതാണ്. അപ്പോൾ നമ്മൾ രാവിലെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വിളക്കൊക്കെ കിടത്തി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് വിഷുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഒരു വ്ളോഗായിട്ട്, നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്, ആ വ്ളോഗായിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ അതേ നമ്മൾ തലേന്ന് ഒരുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനും അമ്മയും ഏട്ടനൊക്കെ കൂടി കൃഷ്ണയൊക്കെ വെച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് വിളക്കൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ തലേന്നെല്ലാം ഒരുക്കി വെച്ച് തലേന്ന് നമ്മളൊന്ന് കത്തിക്കുകയും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കത്തിക്കാൻ വലിയ പാടുണ്ടാവുമല്ലോ. അത് അമ്മയുടെ ബുദ്ധിയാണ്. അമ്മ എപ്പോഴും അങ്ങനെ ചെയ്യാറ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പാത തന്നെ പിന്തുടരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് രാവിലെ ആയപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മൾ വന്ന് കണിയൊക്കെ കണ്ടു, ശിവയും കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ വിളക്കൊക്കെ തെളിയിച്ച് നല്ല സൂപ്പറായിട്ട് നമ്മൾ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് പിന്നീടാണ് വന്ന് കണ്ടത്. കണി കണ്ടതും ആദ്യ ആൾ പോയെടുത്തത് ആ മുന്തിരിങ്ങയിലാണ് കേട്ടോ. ആ മുന്തിരി കണ്ടപ്പോൾ കടയിൽ നിന്ന് മുതലേ നോക്കി വെച്ചേക്കായിരുന്നു. പിന്നെ നമ്മൾ വന്ന് രാവിലത്തേക്കുള്ള സാമ്പാറും മീൻകറിയും ഒക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ശിവയും വന്ന് എൻ്റെ കൂടെ വന്ന് അടുക്കളയിലിരുന്ന് ഞങ്ങൾ ചൂടുവെള്ളമൊക്കെ ചിയേഴ്സൊക്കെ അടിച്ച് കുടിച്ച്. അപ്പോൾ മുന്തിരിയും കൊണ്ട് ഒരാൾ വന്ന് എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയായിരുന്നു പാചകം. ഞങ്ങൾ 3 പേരും കൂടി പാചകമൊക്കെ ചെയ്ത് അതിൻ്റെ അടുക്ക് നല്ല നൈസായിട്ടൊരു ചിരി ക്യാമറ നോക്കി ചിരിച്ച്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി അങ്ങനെ അടുക്കളയിലുള്ള പണിയായിരുന്നു. പണിയൊക്കെ നടത്തി. പിന്നെയും പമ്മി വന്ന് നമ്മുടെ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് മുന്തിരിയും കട്ടുകൊണ്ട് ഓടലായിരുന്നു കേട്ടോ പണി. അവൻ ആ മുന്തിരി കണ്ടിട്ട് ഒരു ഇരിക്കപ്പുരുതിയും ഉണ്ടായിരുന്നില്ല. അത് തിന്നാണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ വാങ്ങി വെക്കും. പിന്നെയും അവൻ പോയി അമ്മ മുന്തിരി താന്നും പറഞ്ഞിട്ട് പിന്നെയും പോയി എടുത്തോണ്ട് വരും. എൻ്റെ കഴുകി കൊടുത്തിട്ടോ കൊച്ചിന്. എന്തായാലും കൊച്ചു ചോദിച്ചുകൊണ്ട് അടക്കണല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കറി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് ചിക്കൻ കറി വെക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു. ചിക്കൻ നമ്മളൊരു കറിയായിട്ടല്ല വെച്ചത്, ചാറുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ചിക്കൻ നമ്മളൊരു ഒരു റോസ്റ്റ് പോലെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി. അപ്പോൾ കുറച്ച് നേരം എടുത്ത് സവാളയൊക്കെ അരിഞ്ഞ് എല്ലാം കൂടി അതിൻ്റെ ഇടയിൽ അമ്മയും ഏട്ടനും കൂടി അവർ അമ്പലത്തിൽ പോയപ്പോഴാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ചിക്കൻ കറിയൊക്കെ നമ്മുടെ ഇവിടെ സെറ്റായി. അവർ അമ്പലത്തിൽ പോയി വന്നപ്പോൾ നമുക്ക് കൈനീട്ടമൊക്കെ കൊണ്ടുവന്ന് തന്നു. അമ്മ ഒരു വെറൈറ്റി ആയിട്ടുള്ള കൈനീട്ടമൊക്കെയാണ് നമുക്ക് തന്നത്. ഒരു ഗ്രീറ്റിംഗ് കാർഡ് അടിച്ച് അതിൽ കാശൊക്കെ വെച്ച് എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു ആ കൈനീട്ടം കാണാനായിട്ട്. അപ്പോൾ നമ്മളെ അറിയിക്കാണ്ടാണ് അമ്മ ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ഒരു സർപ്രൈസ് കൊടുക്കണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും വന്ന് കൈനീട്ടമൊക്കെ മേടിച്ചു അമ്മയുടെ അടുത്ത് നിന്ന്. ആ കൈനീട്ടം കൊണ്ട് നടക്കുകയായിരുന്നു. അവനിങ്ങനെ കാശെല്ലാവരും തന്നെ കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടി വന്നു. അവരും വന്ന് കൈനീട്ടമൊക്കെ തന്നു. പിന്നെ ഏട്ടൻ്റെ വക എനിക്കുള്ള കൈനീട്ടം മേടിക്കലായിരുന്നു. അപ്പോൾ ഏട്ടനും കൈനീട്ടം തന്നു. പുരുഷൻ എന്നെ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് ഞാനും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കൈനീട്ടമാണ്. അമ്മയും വന്ന് കൈനീട്ടമൊക്കെ തന്ന്. അമ്മയുടെ കൈനീട്ടത്തെ ഞാൻ കാണിച്ചു തരാവേ. നല്ലൊരു ഭംഗിയുള്ളൊരു വിഷു ആശംസകളൊക്കെ എഴുതിയ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് അമ്മ അടിച്ചത്. അതിനകത്തൊരു 100 റുപ്പീസ് വെക്കാനുള്ള ഒരു ചെറിയൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് അമ്മ ഇതിങ്ങനെ ഒരു കൈനീട്ടം അടിപൊളിയാക്കി നമുക്കൊരു കൈനീട്ടമൊക്കെ തന്ന്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വീതി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ചിക്കൻ കറിയും പപ്പടവും സാമ്പാറും പിന്നെ ഒരു മീൻകറിയും കൂടിയാണ് ഉണ്ടായത് കേട്ടോ. നമ്മളപ്പോൾ അങ്ങനെ മീൻകറിയൊക്കെ വെച്ചു. അപ്പം നമ്മുടെ വിഷുവിൻ്റെ ഈ ദിവസത്തിൽ തന്നെയാണ് നമ്മുടെ ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളും. അപ്പം നമ്മളിവിടെ വീതിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കല് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് അവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ അവിടെ പോയി കേക്കൊക്കെ മുറിച്ചു. അവിടെ കുറേ ആൾക്കാർ അവരുടെ ചേച്ചിയുടെ വീട്ടിൽ, കോട്ടയത്താണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മയും അച്ഛനും മാമനും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. നമ്മൾ അവിടെയും പോകണമല്ലോ. അപ്പോൾ നമ്മൾ ഈ പോണ വഴി നമ്മുടെ റൈഡർ കണ്ണാപ്പിയായിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ആൾക്ക് ഫ്രണ്ടിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റൈഡർ കണ്ണാപ്പി
ആയിട്ട് ഉല്ലൂസ് ഇരിക്കുകയാണ്. ഉറക്കവും വരുന്നുണ്ട്. ഉച്ച നേരത്താണ് നമ്മൾ പോയതുകൊണ്ട് ഈ നേരത്ത് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയായിരിക്കും. അപ്പോൾ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾ വണ്ടിയിൽ യാത്ര ചെയ്യണ ഇഷ്ടമായതുകൊണ്ട് ഉറക്കമൊക്കെ പിടിച്ച് നമ്മൾ അവിടെ എത്തി. ഇത് അവർ ഒരുക്കി വെച്ച കാണിയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതേ മാമി അങ്ങനെ ഉല്ലുവിനെയൊക്കെ എടുത്ത് വിശേഷമൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ചെന്നപ്പോൾ തന്നെ ഒരു ജാമ്പക്കയും പിന്നെ ദേ പായസമൊക്കെ തന്നു. വിഷുക്കഞ്ഞിയാണത്. പിന്നെ ഇത് ഈ സാധനത്തിൽ പഠിച്ച വലിയ കളിയായിരുന്നു കേട്ടോ. തല മസാജ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ആ സാധനം അവന് ഭയങ്കര ഇഷ്ടമായി. അത് നമ്മളങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ ഇക്ലി എടുത്തിട്ട് അച്ഛൻ്റെ മേത്തിട്ട് നെഞ്ചത്തിട്ട് കൊട്ടിയാണ് അവൻ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കാണിച്ച് അവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മുടെ ശങ്കരിക്കും അവിടെ അമ്മയും എല്ലാവരും പിന്നെ അവിടെ ചെന്നിട്ടുള്ള കൈനീട്ടം കൊടുക്കലാണ്. ശങ്കരിക്ക് കൈനീട്ടം കൊടുത്തു. പിന്നെ അമ്മക്ക് കൊടുക്കാൻ പോയപ്പോൾ ഓർത്ത് അമ്മ രാവിലെ വീട്ടിൽ വന്ന് മേടിച്ചല്ലേ, അപ്പോൾ വേഗം അമ്മേനെ സ്കിപ്പ് ചെയ്ത് നമ്മൾ മാമയ്ക്ക് കൊടുത്തു. പിന്നെ മാമ വന്നു. മാമ വന്നിട്ട് ഒല്ലൂനും എനിക്കും ഒക്കെ കൈനീട്ടം തന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ആ ടൈമിനൊരു മഴയും പെയ്തായിരുന്നു നമ്മുടെ ഇവിടെ. പിന്നെ അവിടെ നിന്ന് ബ്രെഡും അവിടെയും ചിക്കൻ കറിയായിരുന്നു. ഒരു ചിക്കൻ പെരട്ട്, മാമിയുടെ സ്പെഷ്യൽ ഒരു ചിക്കൻ പെരട്ട് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. പിന്നെ അവിടെ കുറേ നേരം അവിടെ നമ്മളിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്നിട്ട് തകർത്ത് ശിവയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്ന് നമ്മൾ പടക്കം പൊട്ടിക്കുകയായിരുന്നു കേട്ടോ. പടക്കം പൊട്ടിക്കലിൻ്റെ ഒരു ബഹളം തന്നെയായിരുന്നു. പിള്ളേരുണ്ടായതുകൊണ്ട് ഒരുപാട് പടക്കങ്ങൾ അവർ നിരത്തി വെച്ചിട്ടായിരുന്നു പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ വിഷു ദിവസം എല്ലാവരും കൂടി പടക്കമൊക്കെ പൊട്ടിച്ച് നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ വിഷു നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.